രാമജ്യോതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർമാർ സാധാരണ പറയുന്നതാണ് ഇലക്കറികൾ ദിവസവും കൂട്ടണം. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇലക്കറികൾ നല്ലതാണ്. 10-15 വർഷമായിട്ട് ഞാൻ കണ്ണിന് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത രീതിയിലാണ്. ഇപ്പോൾ ഏതായാലും കൂടിയിട്ടില്ല. കാഴ്ചശക്തി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് ദിവസവും കഴിക്കുന്നതാണ് ഇലക്കറികൾ. എല്ലാവരും ചോദിക്കുന്നതാണ് എന്ത് ഇല വെക്കുമെന്ന്. ഇത് നിങ്ങൾക്കൊക്കെ വലിയ സുപരിചിതമല്ലെങ്കിലും അത്തിയുടെ ഇലയാണ്. അത്യാവശ്യം വല്ല ചെറുപയറിട്ട് വെക്കാം. അത് അറിയാൻ വേണ്ടിയാണ് ആ കാ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ എല്ലാം വീട്ടിൽ കൃഷി ചെയ്യുന്ന ചേനയുടെ ഒന്നിലധികം കിളിർപ്പ് ഉണ്ടാകുമ്പോൾ അതിങ്ങ് മുറിച്ചെടുത്താൽ അതൊരു കറി വെക്കാം. പിന്നെ ഇത് വസളച്ചീര, ഇതിൻ്റെ പച്ചയുണ്ട്. ഇത് നല്ലതാണ്. എല്ലാ ഗുണങ്ങളൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ, എനിക്കറിയത്തില്ല പോട്ടെ. പിന്നെ ഇത് കാച്ചിൽ, ഇതും അത്യാവശ്യം എൻ്റെ തണ്ടോടുകൂടി കുറേ തണ്ടൊക്കെ ഉള്ളപ്പം മുറിച്ചെടുത്ത് ഒന്നുമില്ലാത്തവൻ കർക്കിടക മാസത്തിലൊക്കെ ഒരു കറി എൻ്റെ വീട്ടിലൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇത് ചായാമൻസ എന്ന് പറയും, കപ്പയുടെ ഇല പോലെ ഒരു ചെടിയാണ്. പിന്നെ ഇത് നമുക്കൊക്കെ സുപരിചിതമായ കാന്താരിയുടെ ഇലയാണ്. അത്യാവശ്യം തേങ്ങ അരച്ച് ഒന്നുമില്ലെങ്കിൽ മുരിങ്ങയില പോലൊരു കറി വെക്കാം. അത് എൻ്റെ വല്യപ്പച്ചിയൊക്കെ വെക്കുന്നത് കണ്ടതാണ്. പിന്നെ ഇത് എനിക്ക് ഇലക്കറി ഒന്നും ഇല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടി ഞാൻ 2 വൻപയർ വായി കിളിപ്പിച്ചതാണ്. ഇത് ചുവന്ന ചീര പിന്നെ നമുക്കറിയാമല്ലോ. ഇത് നമുക്കെല്ലാം അറിയാവുന്ന പ്ലാവിലയാണ്. ഇത് ചെറുപയറിട്ടോ അല്ലാതൊക്കെ യൂട്യൂബിലൊക്കെ വരുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ചെടിച്ചീരയായിട്ട് നടുന്ന ഒരു തരം എന്തോ അതിൻ്റെ പേര് പൊന്നാങ്കണ്ണിയോ എന്തോ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഇലയാണ്. എന്തോ അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, കോവൽ. ഇത് ഇല വെക്കുമെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇത് മൾബറി, ഏറ്റവും അധികം പ്രോട്ടീൻ ഉള്ളതാണ്. ഞാൻ ഈയിടെ കണ്ടിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണിത്. ഇത് ഇലയിൽ അങ്ങനെ പ്രോട്ടീൻ ഇല്ല, ഇതിൽ ഏറ്റവും അധികം പ്രോട്ടീനുണ്ട്. പിന്നെ ഇതും ഒരു ചെടിച്ചീരയാണ്, അതും വെക്കാം. കപ്പയില പിന്നെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഇത് വെക്കുന്ന ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് വെറുതെ ആരും അരിഞ്ഞ് വെക്കരുത്. അതിന് കട്ടുണ്ട്, അത് കളയേണ്ട എങ്ങനെയാണെന്ന് കണ്ടേ അത് വെക്കാവൂ, അല്ലാതെ വെക്കരുത്. മുരിങ്ങയില ഏറ്റവും കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് മുരിങ്ങയില. ഇത് കാടുപോലെ നമ്മുടെ പറമ്പിൽ ഇപ്പം തീർത്ത് വരുന്ന ഒരു ചീരയാണ്. ഇത് നമുക്കെല്ലാം അറിയാമല്ലോ, കൊഴുപ്പ. പിന്നെ ഇത് ഇതും പരിചയപ്പെടുത്തണ്ടല്ലോ, പച്ചച്ചീര. ഇത് നമ്മളാരും എത്ര പേര് അറിയുമെന്നറിയില്ല. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ്. പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്തിയോ? പിന്നെ മൾബറി, അത് പരിചയപ്പെടുത്തിയാന്ന് തോന്നുന്നു. എനിവേ, പിന്നെ ഇത് നമുക്കൊക്കെ അറിയാമല്ലോ, സാമ്പാർ ഇല ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. ഇത് സാമ്പാർ ഇല വെക്കാൻ വേണ്ടി വെച്ച ഇലയല്ല, ഇത് ചീരച്ചേമ്പാണ്, മറ്റേ ചേമ്പല്ല. ഇതും കറിയ തണ്ടോടുകൂടി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ പയറിൻ്റെ ഇലയാണ്, ഒന്നുമില്ലേലും ഒന്നെടുത്ത് വെക്കാം. ഇത് പൊന്നാങ്കണ്ണി എന്നാണ്. എനിവേ, നമ്മൾ ഇത് തകരയല്ല, തകരയുടെ ഇലയും വെക്കാം. തകര പോലെയുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് റോഡ് സൈഡിലൊക്കെ വളർന്നു നിൽക്കുന്ന ഒന്നാണ്. ഇതും അങ്ങനെ ഒരു ചീരയാണ്. പിന്നെ പൂവില്ല. പിന്നെ ഇത്ര ഇല ഇപ്പോൾ 23 ആയി. പിന്നെ ഇത് മൾബറിക്ക് അല്ല, സോറി, ഇത് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് എനിക്കും മാറിപ്പോകുന്നു. കോവൽ ഞാൻ പരിചയപ്പെടുത്തിയോ? ഇല്ലെങ്കിൽ തന്നെ ഇത് കോവലാണ്. ഇതിൻ്റെ എല്ലാം തളിരിലയാണ് ഏറ്റവും നല്ലത്. എനിക്കില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തൊരു കറി വെക്കും. പിന്നെ ഇന്ന് പിള്ളേർ പറയിക്കൊണ്ട് വന്നതാണ്, കൊച്ചുമക്കൾ ഇവിടെ ഉണ്ട്, മാങ്ങ. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇച്ചിരി പഞ്ചസാരയെല്ലാം കൂടെ അടിച്ച് ഒരു ജ്യൂസ് പോലെ ആക്കി വേണമായിരുന്നു. ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞാൽ പിള്ളേർക്കൊരു രസമാകും. ഇത് കൊച്ചുമക്കൾ വരുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന കൊക്കോയാണ്. പിന്നെ മാങ്ങ ഇന്ന് പറിച്ചതാണ്. അത്യാവശ്യം എനിക്ക് എത്താത്തതുകൊണ്ട് മോനെ കൊണ്ട് പറിപ്പിച്ചതാണ്. പിന്നെ ഇനി വേറെ കുറേ ഇലകൾ കൊണ്ടൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ.